ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് മാം വന്നിട്ടുള്ളത്, നമുക്കറിയാം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് എക്സാമിന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാണത്? എന്തൊക്കെ ആയിരിക്കും അത്? എന്താ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം എന്തായിരിക്കും അത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യെസ്, ഒന്നുമല്ല. അതായത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ അല്ലേ? ഇപ്പോഴും പല കുഞ്ഞുങ്ങൾക്കും ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയില്ല. ഞാൻ ഇപ്പോഴും പല ക്ലാസ്സുകളിൽ പോകുമ്പോഴും കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്സ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വേർഡ്സ് ക്വസ്റ്റ്യനിൽ എവിടെയാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക, ഇതൊന്നും മക്കൾക്ക് അറിയില്ല. അതൊന്നും അറിയില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആയിക്കോളും എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ആദ്യം നന്നായിട്ട് പഠിക്കണം. ബേസിക്കലി നമ്മൾ മലയാളത്തിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നത്, എവിടെയാണ് നിന്റെ വീട്, നീ എപ്പോൾ എത്തും, നിനക്ക് അത് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള പല പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ ഒക്കെ അറബിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ അറിയാം, നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മാത, അല്ലേ? മാത, ഐന. നിന്റെ കൂടെ മാമിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഐന, മത, ദെൻ കം, ഹൽ. ദെൻ ഹൽ കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു? മാത, ഐന, മച്ച, കം, ഹൽ. പിന്നെ ലിമ, ബിമ, മൻ. പിന്നെ അങ്ങനെ ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കണ്ട. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ബേസിക്കലി നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ്. എന്നാൽ മാത്രമേ ഒന്ന്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാൻ പറ്റൂ. രണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ. അത് സ്വയം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ. ഇഖ്റ അത്തർജുമത മുസ്തഫ സ്വാദിഖ് الرافعي وأنشئ منها ثلاثة أسئلة باستخدام أدوات اللاتية. അതായത് ഇവിടെ ഒരു തർജുമത്ത് മുസ്തഫ സ്വാദിഖ് റാഫിഐ, മുസ്തഫ സ്വാദിഖ് റാഫിഐന്റെ ബയോഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ വായിക്കണം. വ അൻഷി മിൻഹ, എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാക്കണം. സലാസത്ത് അസ്ഇലത്ത്, 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് മേക്ക് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, എന്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ മേക്ക് ചെയ്യണം? മൻ വെച്ചിട്ട് ചെയ്യണം, മാ വെച്ചിട്ട് ചെയ്യണം, മത്ത വെക്കണം, ഐന വെക്കണം. കണ്ടോ, ഈ 4 ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു എന്താ പറയാ ബയോഗ്രഫി ഒന്ന് വായിച്ചു നോക്കാം. മുസ്തഫ സ്വാദിഖ് الرافعي هو شاعر وكاتب ومشهور في عصر الحديث. ولد محافظة قليوبية بمصر عام 1880. بدأ تعليمه في كتاب القرية وحفظ القرآن قبل سن 10. أصابه الصمم واضطر إلى ترك الدراسة في مرحلة الابتدائية، ولكنه انشغل بنفسه في القراءة والتعليم. وله مؤلفات عديدة منها حديث القمر، وحي القلم، تحت راية القرآن، طوفي. ഇവിടെ തൂഫിയാണ്. തൂഫി അദീബ് ആം 1937 ബിത്വന്ത ഫി മിസർ. കണ്ടോ, എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? മുസ്തഫ സ്വാദിഖ് റാഫിയുടെ ഒരു ഒരു എന്താ പറയാ ജീവചരിത്ര കുറിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
മുസ്തഫ സ്വാദിഖ് റാഫിഈ ഹുവ ഷാഇറുൻ വ കാത്തിബുൻ. അദ്ദേഹം നല്ല അറിയപ്പെട്ട ഷാഇറാണ്. വ കാത്തിബ്, നല്ലൊരു എഴുത്തുകാരനാണ്. മഷ്ഹൂറുൻ, അറിയപ്പെട്ട. ഫി അസറുൽ ഹദീസ്, എവിടെ? അസറുൽ ഹദീസിൽ. ഉലിദ ഫി മുഹാഫലത്തി ഖൽയൂബിയ, അദ്ദേഹം എവിടെയാ ജനിച്ചത്? ഖൽയൂബിയയിലാണ് ജനിച്ചത്. അതെവിടെയാണ്? ബി മിസർ, മിസറിലാണ്. 1880 അദ്ദേഹം ജനിച്ചത്. ഓ ബദഅ തഅലീമുഹു, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ തഅലീം, പഠനം, അത് തുടങ്ങിയത് ഫി കുത്താബുൽ ഖറിയ, ഒരു എഴുത്ത് കേന്ദ്രത്തിലാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ഒരു എഴുത്ത് കേന്ദ്രത്തിലാണ് തുടങ്ങിയത്. വഹഫിലൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ മനപ്പാടമാക്കി. സിന്നിൽ ആഷിർ, ഖബല സിന്നിൽ ആഷിർ. ആഷിർ എത്രയാ മക്കളെ? 10 വയസ്സ്. 10 വയസ്സിന്റെ മുൻപെയാണ് അദ്ദേഹം ഖുർആൻ മനപ്പാടമാക്കിയത്. അസ്വാബഹു അസ്വമം, അദ്ദേഹത്തിന് സ്വമം ബാധിച്ചപ്പോൾ. വലുത്തുറ ഇല തുറക്കി ദിറാസ, അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹം തറക്ക് ചെയ്യാൻ എന്ത് ചെയ്തു? നിർബന്ധിതനായി, ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി. പിന്നെ ഫി മർഹലത്തിൽ ഇബ്തിദാഇയ, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ, അതായത് ഫസ്റ്റ് സെഷനിൽ തന്നെ, പ്രൈമറി സെഷനിൽ തന്നെ. വലാകിന്നഹു ഇൻഷഗല ബിനഫ്സിഹി, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വയം മുഴുകി. ഫിൽ ഖിറാഅത്തി വ തഅലീം, വായനയിലും പഠനത്തിലും അദ്ദേഹം സ്വയം എന്ത് ചെയ്തു? മുഴുകി. വലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ, അദ്ദേഹത്തിന് ഒരുപാട് മുഅല്ലഫാത്തുകൾ ഉണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ഹദീസുൽ ഖമർ, അതായത് ഹദീസുൽ ഖമർ എന്നതും വഹ്യുൽ ഖലം എന്നുള്ളതും തഹ്ത റായത്തിൽ ഖുർആൻ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് എഴുതിയ രചനകളുടെ പേരാണ്. തൂഫി അൽ അദീബു ആം 1937, 1937 അദീബ് എന്ത് ചെയ്തത്? മരിച്ചത്. തൊൻതയിൽ, മിസറിലെ തൊൻതയിലാണ് മരിച്ചത്. അപ്പൊ ഇത് നമ്മൾ നോക്കിയിട്ട് ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് 4 ക്വസ്റ്റ്യൻ മതി. ഇവിടെ നോക്കി, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. മൻ ഹുവ മുസ്തഫ സ്വാദിഖ് റാഫിഈ, നമ്മളോട് പറഞ്ഞിട്ടുള്ള മന്നായോ? മൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലേ? അത് കൊള്ളാലോ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലേ? മൻ ഹുവ മുസ്തഫ സ്വാദിഖ് റാഫിഈ, ആരാണ് മുസ്തഫ സ്വാദിഖ് റാഫിഈ? ചോദിച്ചൂടെ? അടുത്തത് മത്താവുലിദ, മത്താവുലിദ, എപ്പോഴാണ് ജനിച്ചത്? കണ്ടോ, മത്താവുലിദ, എപ്പോഴാണ് ജനിച്ചത്? മുസ്തഫ സ്വാദിഖ് റാഫിഈ. ഐന ഉലിദ, കണ്ടോ, ഇതൊക്കെ കണ്ടോ, എവിടെയാണ് ജനിച്ചത്? ഐന ഉലിദ മുസ്തഫ സ്വാദിഖ് റാഫിഈ. ഇനി ഐന ബദഅ, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ദിറാസതഹു, അദ്ദേഹത്തിന്റെ പഠനം. കം കാന ഉംറുഹു, അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു? ഹീന ഹഫിലൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ മനപ്പാടമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉംറ്, ഏജ് എത്രയായിരുന്നു? ലിമ ഇലത്തുറ ഇല തർക്കി തഅലീമി ദർസി, എന്തുകൊണ്ടാണ് അദ്ദേഹം നിർബന്ധിതനായത്? ലിമ, എന്തുകൊണ്ട്? ഇലത്തുറ, നിർബന്ധിതനായി. ഇല തർക്കി തഅലീമിൽ മദ്രസിയ, സ്കൂൾ പഠനം നിർത്താൻ, അല്ലേ? ഉദ്കുർ സലാസ മിൻ മുഅല്ലഫാത്ത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഉദ്കുർ എന്നുള്ളതിന് പകരം മാഹിയ എന്നും ചോദിക്കാം കേട്ടോ. മാഹിയ, ഏതൊക്കെയാണ്? മാഹിയ സലാസത്തി മിൻ മുഅല്ലഫാത്ത്, ഏതൊക്കെയാണ് ആ 3 മുഅല്ലഫാത്തുകള്? മത്താ തൂഫി മുസ്തഫ സ്വാദിഖ് റാഫിഈ, എപ്പോഴാണ് മുസ്തഫ സ്വാദിഖ് റാഫിഈ മരിച്ചത്? അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ഇനി നോക്കൂ മക്കളെ, ഇനി ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഇതിന്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിലാണ് ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എവിടെയാ കൊടുത്തിട്ടുള്ളത്? സ്റ്റാർട്ടിങ്ങിലാണ് ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് വെക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് വെക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ടാണ് നമ്മൾ ബാക്കി കണ്ടന്റ് അവിടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യന്റെ ബാക്കി കണ്ടന്റുകൾ
ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അതിന്റെ എന്താ പറയാ ആൻസേഴ്സ് ഒന്ന് നോക്കിയേ. മുസ്തഫ സ്വാദിഖ് റാഫി ആരാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മൻ ഹുവ മുസ്തഫ സ്വാദിഖ് റാഫി. അപ്പൊ ഇവിടെ അതിന്റെ ആൻസർ കൊടുത്ത് നോക്കിയേ. മുസ്തഫ സ്വാദിഖ് റാഫി ഷാഇറുൻ വ കാത്തിബുൻ വ മഷ്ഹൂറുൻ, അറിയപ്പെട്ട കവിയായിരുന്നു. വുലിദ എവിടെയാ ജനിച്ചത്? വുലിദ സ്വാദിഖ് റാഫി, മുസ്തഫ സ്വാദിഖ് റാഫി അല്ല, എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാണ്? ഇതാ ആമ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്. അടുത്തത് എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? ഫി മഹാഫലത്തി കല്യൂബിയ ഫി മിസർ, അതും കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് എവിടെയാണ് അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങിയത്? ഫി കുത്താബിൽ ഖറിയ. കണ്ടോ, ബദഅ ദിറാസത്തുഹു, അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങി ഫി കുത്താബിൽ ഖറിയ. എവിടെയാണ്? ഒരു ഗ്രാമത്തിലെ ഒരു എന്താണ് എന്ന് പറയാം, എഴുത്ത് കേന്ദ്രത്തിലാണ് തുടങ്ങിയത് അല്ലെ. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ ഖുർആൻ മനപ്പാഠമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെ പറയും? കാന ഉംറുഹു ഹീന ഹഫിലൽ ഖുർആൻ ഖബ്ലൽ ആഷിർ അല്ലെ. എത്രയാണ്? അത് അവിടെ കൊടുക്കാം, ആഷിറ എന്നാണ് അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായത് അല്ലെ. അവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, ലിമ ഇൽതുറ, എന്തിനാണ് നിർബന്ധിതനായത്? ഇലാ തർക്കി തഅലീം, പഠനം ഉപേക്ഷിക്കാൻ, അൽ മദ്രസിയ, എന്തുകൊണ്ടാണ് നിർബന്ധിതനായത്? എന്തുകൊണ്ടാണ്? ഇലത്തർക്കി തഅലീം അൽ മദ്രസിയ ബിസ്വമം, എന്തുകൊണ്ടാണ്? സുമമും ഉണ്ട് അല്ലെ. അടുത്തത് അദ്ദേഹത്തിന്റെ പിന്നെ രചനകൾ ഏതൊക്കെയാണ്? അതിന്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം മരിച്ച സ്ഥലവും ഡേറ്റും. കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇപ്പം മുസ്തഫ സ്വാദിഖ് റാഫി ആരായിരുന്നു, അപ്പൊ എങ്ങനെ ചോദിക്കും? മൻ ഹുവ മുസ്തഫ സ്വാദിഖ് റാഫി. അപ്പൊ മന്നായോ? ആരായോ? കണ്ടോ, ഒന്നാമത്തത് മൻ ഹുവ മുസ്തഫ സ്വാദിഖ് റാഫി. രണ്ടാമത്തത് മാ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? മാഹിയ മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ ഏതൊക്കെയാണ്? അപ്പൊ മാ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അടുത്തത് എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? മത്താ വുലിദ മുസ്തഫ സ്വാദിഖ് റാഫി. ഇനി ഐന വുലിദ മുസ്തഫ സ്വാദിഖ് റാഫി. കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതുക. അപ്പോ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യുക ഈ രൂപത്തിലാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി വേറെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മാം നമ്മുടെ ലൈവ് വീഡിയോയിൽ വരുന്നുണ്ട്. സോ എല്ലാവരും ലൈവ് കാണണം. നമ്മൾ കൊടുക്കുന്നത് 12-നാണ്. 12-ന് 3 PM നമ്മുടെ ലൈവ് വരുന്നത്. സോ എല്ലാവരും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി എക്സാം എഴുതാൻ പോകണം കേട്ടോ. അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.